ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇപ്പോൾ നമ്മൾ വന്നേക്കണം മൈൻക്രാഫ്റ്റിൻ്റെ എപ്പിസോഡായിട്ടാണ് ഗൈസ്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിലും കാര്യം നമ്മുടെ ഓട്ടോമാറ്റിക് മൈനിങ് മെഷീനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തായിരുന്നു. പക്ഷേ അതിൽ എനിക്ക് അധികം നേരം ഒന്നും എഫ് കേൾക്കാൻ പറ്റിയില്ല ഗൈസ്. കാരണം അവിടെ ക്രീപ്പറും കാര്യങ്ങളൊക്കെ സ്പോൺ ആയതുകൊണ്ട് എനിക്ക് അവിടെ നിന്ന് അധികം നേരം എഫ് കേൾക്കാൻ പറ്റിയില്ല. ഇന്ന് നമ്മൾ എഫ് എന്നുള്ള കുറച്ച് ടോർച്ചും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് എഫ് ഗൈസ്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ ഇങ്ങനെ ഡയമണ്ടൊക്കെ സെറ്റ് ആവുമെന്ന് വിചാരിക്കണം. അപ്പോൾ ഈ എപ്പിസോഡിൽ എനിക്ക് ഡയമണ്ട് ആർമർ ആവണം ഗൈസ്. കാരണം എൻ്റെ ചെസ്റ്റ് പ്ലേറ്റ് എല്ലാം പോയി ഗൈസ്. ഞാനൊരു സംഭവത്തിൽ എടുത്ത് ചാടി അങ്ങനെ എല്ലാം പോയി. അപ്പോൾ ഇന്ന് വന്നേക്കണം എന്താണെന്ന് വെച്ചാൽ നമ്മൊരു വീടും കാര്യം സെറ്റ് ചെയ്യാനായിട്ടാണ് ഗൈസ്. കാരണം എന്നാൽ ഇവളുടെ സർവേ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 214 ദിവസമായി ഗൈസ്. ഇപ്പോൾ 7ാമത്തെ എപ്പിസോഡായി. എന്നിട്ട് നമുക്കിവിടെ ഒരു വീടില്ല ഗൈസ്. ഇപ്പോഴും നമ്മൾ താമസിക്കുന്നത് ഗൈസ് ഇതേപോലത്തെ ഒരു വീട്ടിലാണ് ഗൈസ്. ഒരു ഗോഡ് ലൈഫിൻ്റെ വീട് പോലത്തെ വീടാണ് നമ്മൾ ഇപ്പോഴും താമസിക്കണം. അത് നമുക്ക് മാറ്റിയെടുക്കണ ഒരു പുതിയൊരു നല്ലൊരു വീടും കാര്യങ്ങളും അവിടെ ആയിട്ട് സെറ്റ് ചെയ്ത് നോക്കണം ഗൈസ്. അവിടെ ഞാൻ പറഞ്ഞിരുന്നത് ഇത്തിരി ലാൻഡൊക്കെ ഫുള്ളും ക്ലിയർ ചെയ്തിട്ട് വീട് പണിയാനാണ്. പക്ഷെ ഇന്ന് നമ്മൾ ഇത്തിരി ക്ലിയർ ചെയ്തിട്ട് ഒരു ചെറിയൊരു വീടും കാര്യങ്ങളും, ചെറുതല്ല എന്നാലും ഇത്തിരി വലിയ വീടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തെടുക്കണമെന്ന് നമുക്ക് എന്തായാലും. അപ്പോൾ എന്തായാലും വീഡിയോ കാര്യം ഇഷ്ടപ്പെടുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും വീഡിയോ ഇട്ട് പോകാം. അപ്പോൾ ഈ ഇതിനു വേണ്ടിയുള്ള റിസോഴ്സസും കാര്യം ഞാൻ കളക്ട് ചെയ്ത ഒരു ബിൽഡിൻ്റെ ഒരു ടൈൽ ആപ്സും കാര്യം ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾ പോയി അത് കണ്ടിട്ടും ഗൈസ്.
നമ്മുടെ ബിൽഡും കാര്യങ്ങളും കഴിഞ്ഞ് കേസ്. അപ്പൊ ഇനി നമുക്ക് ഗ്ലാസും കാര്യങ്ങളും വെക്കണം. അതിന് വേണ്ടി ഇവിടെ നമ്മ ഇത് ഓണാക്കി ഇട്ടേക്കായിരുന്നു. സ്മെൽറ്റ് ചെയ്യാൻ വെച്ചേക്കായിരുന്നു കേസ് നമ്മുടെ ഓട്ടോ സ്മെൽറ്ററിൽ. ഇപ്പൊ ഗ്ലാസും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഇതും കാര്യങ്ങളും ഓഫ് ചെയ്ത് വെച്ചേക്കാം. ഗൈസ് ഇതാണ് നമ്മുടെ ബിൽഡും കാര്യങ്ങളും, നമ്മൾ വീടും കാര്യങ്ങളും സെറ്റ് ചെയ്തേക്കുന്നത് ഇതാണ് ഗൈസ്. അപ്പൊ ഇനി ഗ്ലാസും കൂടിയും വെച്ച് കഴിഞ്ഞാൽ മാത്രം വീട് കംപ്ലീറ്റ് ആയി. പിന്നെ ഇതിന്റെ ഇന്റീരിയർ ഒന്നും നമ്മൾ ചെയ്താലുള്ള ഗൈസ്. ബാക്കിയൊക്കെ നമ്മ അടുത്ത എപ്പിസോഡും കാര്യങ്ങളും സെറ്റ് ചെയ്യാന്ന് വിചാരിക്കണം ഗൈസ്. നമ്മ ഗ്ലാസും കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞ ഗൈസ്. അപ്പൊ ഇതാണ് ഗൈസ് ഔട്ടിൽ നിന്ന് പുറത്തുനിന്നുള്ള ലുക്കും കാര്യങ്ങളും ഇങ്ങനെ ഇരിക്കും. പിന്നെ ഇന്റീരിയർ വർക്കൊന്നും ചെയ്തുള്ള ഐസ് ഇതേപോലെയാണ് നമ്മൾ വീട് ഇങ്ങനെ സെറ്റ് ചെയ്ത് ചെയ്യണം. ഇത് നമ്മുടെ തന്നെ ആയിട്ടുള്ള ഡിസൈൻ ആയതുകൊണ്ടാണ് ഐസ് ഇങ്ങനെ ഇരിക്കണം. ഒരു സിമെട്രിക് എന്ന് പറഞ്ഞാൽ അത്ര ഒന്നും സിമെട്രിക് ഒന്നും അല്ല ഐസ്. കാരണം ഇവിടെയൊക്കെ രണ്ട് ബ്ലോക്ക് അതേപോലെയൊക്കെ ഇതാക്കി വെച്ചേക്കണം. ഇതിന്റെ മേളം അത്ര എനിക്ക് ഇഷ്ടപ്പെടാതിരുന്നുള്ളൂ ഐസ്. ബാക്കിയെല്ലാം കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നണം ഐസ്. നിങ്ങൾ എന്തായാലും അഭിപ്രായം കാര്യങ്ങളും കമന്റ് ചെയ്യുക എങ്ങനെയുണ്ടെന്ന് വീടും കാര്യങ്ങളും. ഞാൻ അകം കാണിച്ച ഐസ് ആദ്യം മേളിൽ കാണിച്ചു തരാം. മേളിൽ അധികം കാര്യങ്ങളും ചെയ്തിട്ടുള്ള ഐസ്. ഇവിടെ ഡോറും കാര്യങ്ങളും വെച്ചിട്ടുണ്ട്. ഇവിടെ ഇത്രയും ഒരു ബാൽക്കണി പോലെ ഇവിടെയും കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഐസ്. നമ്മുടെ ഫാമിംഗ് ലാൻഡും എല്ലാം കാണാൻ വേണ്ടി മാത്രം. പിന്നെ ഇവിടെ ആയിട്ട് ഇത്രയും വലിയ റൂം കാര്യങ്ങളുണ്ട്. ഇവിടെ വേണോ ബെഡ്റൂം അതോ അടിയിലാണോ എന്ന് ഞാൻ തീരുമാനിച്ചുള്ള ഐസ്. കാരണം എനിക്ക് മനസ്സിലായിട്ടില്ല എങ്ങനെ ഇവിടെ ബെഡ്റൂം ആക്കണോ. ഇത് കണ്ടിട്ട് എനിക്ക് ചെറിയ ബെഡ്റൂം ആക്കാൻ തോന്നി ഐസ്. പക്ഷെ എനിക്കിത് അങ്ങനെ വേണ്ടാന്ന് വെച്ചേക്കണേ. കാരണം മേളിൽ എവിടെയെങ്കിലും സെറ്റ് ചെയ്യാന്ന് വിചാരിക്കണം. ഇതൊരു സ്റ്റോറേജ് ഇവിടെ കാര്യം സെറ്റ് ചെയ്ത് നമുക്ക് സ്റ്റോറേജ് സിസ്റ്റം കാര്യം സെറ്റ് ചെയ്യാം. ഏത് നമുക്ക് ഇവിടെ സ്റ്റോറേജ് സിസ്റ്റം ഇല്ലല്ലേ? എൻ്റെ സ്റ്റോറേജ് സിസ്റ്റം ഒക്കെ ഉണ്ട് ഇവിടെ. മറന്നുപോയി ഇങ്ങനെ കാര്യം. പിന്നെ ഇവിടെ ആയിട്ട് ഒരു ചെറിയ റൂമും കാര്യങ്ങളുണ്ട് ഈ സ്റ്റെപ്പിന്റെ അടിയിൽ. ഇവിടെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വെക്കാം. വല്ല കുക്കിംഗ് മറ്റേ ഫർണസും കാര്യങ്ങളൊക്കെ അടുക്കി വെക്കാം. അങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യാം ഈസ്. പിന്നെ ഇന്റീരിയർ വർക്കിന്റെ ഒക്കെ അടുത്ത എപ്പിസോഡും കാര്യം ചെയ്യാം ഈസ് നമുക്ക് എന്തായാലും. പിന്നെ ഇവിടെ ഇത്തിരി ടെറോഫോമും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട്. പിന്നെ അവിടെ ഇട്ടൊരു നെതർ പോർട്ടലും കാര്യങ്ങളൊക്കെ വരാനുണ്ട്. ഞാൻ ഇവിടം വരെയും കാരണം ക്ലിയർ ചെയ്തിട്ടുള്ളൂ ഈസ്. ഇനി ഇത് ഫുള്ളും ക്ലിയർ ചെയ്ത് ഇവിടെ ഒരു തോട് പോലെ സെറ്റ് ചെയ്ത് ഇങ്ങനെ കറങ്ങി കറങ്ങി വെള്ളം അങ്ങോട്ട് വരെയും കളക്ട് ചെയ്യണം ഗൈസ്. ഇതൊക്കെയാണ് പ്ലാനും കാര്യങ്ങളൊക്കെ. വേണമെങ്കിൽ ചിലപ്പോൾ ഞാൻ ഓഫ് ക്യാമറയും കാര്യങ്ങളും കുഴിച്ചും കാര്യങ്ങളും പിന്നെ ഇത് ക്ലിയറും കാര്യങ്ങളൊക്കെ ചെയ്തിടും ഗൈസ്. അടുത്ത എപ്പിസോഡും കാര്യങ്ങളും വന്നിട്ട് ബാക്കിയെല്ലാം സെറ്റ് ചെയ്യും നമ്മ എന്തായാലും. മഴയൊന്നും പറഞ്ഞില്ലല്ലേ പൈസ. എന്തായാലും വീഡിയോയും കാര്യങ്ങളൊക്കെ വൈൻഡപ്പ് ചെയ്യണ ഗൈസ്. അപ്പോൾ വീഡിയോ കാര്യം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഒരുപാട് നേരം ഗൈസ് റെക്കോർഡ് ചെയ്യണം. അതുകൊണ്ട് ഡയമണ്ട് ആർമർ ഒന്നും ആവാൻ നിൽക്കണമെന്നില്ല ഗൈസ്. അതൊക്കെ അടുത്ത എപ്പിസോഡും കാര്യം സെറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ എന്തായാലും വീഡിയോ കാര്യം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ 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 ബൈ.